നമസ്കാരം. ഞങ്ങളെല്ലാവരും കൂടിയേ ആലപ്പുഴ ബീച്ചിലേക്കുള്ളൊരു യാത്രയാണ്. ഞങ്ങൾ ശ്രീയത്തുണ്ട്, ശ്രീയത്തിൻ്റെ ഫാമിലിയുണ്ട്, ജയചന്ദ്രനുണ്ട്, ജയചന്ദ്രൻ്റെ ഫാമിലി. ഞങ്ങളെല്ലാവരും കൂടി ആലപ്പുഴ ബീച്ചിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധിയുള്ള സമയമല്ലേ. അപ്പോൾ അവരെല്ലാവരും ഒന്ന് കടലൊക്കെ ഒന്ന് കാണിച്ച് ഒന്ന് കറങ്ങി വെളിയിൽ നിന്നൊക്കെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിത്യയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ. അപ്പോൾ നമുക്കെന്നാ പുറപ്പെടാമേ. ഇതിപ്പോൾ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. റോഡിൻ്റെ ഭാഗം കണ്ടില്ലേ, പല കൊയ്ത്ത് സമയമാണ് കുട്ടനാട്ടിലിപ്പോൾ. ചിലയിടത്ത് വിളഞ്ഞിട്ടില്ല, ചിലയിടത്ത് നല്ലപോലെ പച്ചപ്പായിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടില്ലേ, കുട്ടനാട്ടിലെ മെത്രാങ്കേരിയിൽ നല്ല വിളഞ്ഞ് സ്വർണ്ണം നിറത്തി കിടക്കുന്നത്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഓരോ രീതിയിലാണ് കുട്ടനാട്ടിൽ ഇപ്പോഴത്തെ വിളവ്. നമ്മൾ ബീച്ചിലെത്തി. ഇപ്പം ചെറിയ രീതിയിലുള്ള കാർമേഘമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു മഴക്കോളിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിലും മഴ പെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചൂട് കുറവുണ്ട്. അതുകൊണ്ട് ക്ഷീണമൊക്കെ വളരെ കുറവാണ്. ചെറിയ കാറ്റുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഇതുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷത്തിലാണ് കുട്ടികളെല്ലാവരും. കച്ചവടമൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പൊടിക്കുന്നുണ്ട്. എല്ലായിടത്തും ആൾക്കാരുണ്ട്, എല്ലാ കടയിലും ഉണ്ട്. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ മുന്നറിയിപ്പുണ്ട്. അതിൻ്റെയാണ് ആ ചുമന്ന കൊടി കാണുന്നത്. നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കൂടുതൽ കടലോട്ട് ഇറങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവർ സൈഡിൽ കൂടെ എല്ലാം എപ്പോഴും കോസ്റ്റ് ഗാർഡ് പോകുന്നുണ്ട്. പിന്നെ ദേ കണ്ടില്ലേ, നല്ല തിരക്കാണ് കടപ്പുറമൊക്കെ. ജയചന്ദ്രൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തളയ വെച്ചുകൊണ്ട് പോകുന്നു. ഇത് ജാനകി, മറ്റേ പാറു, തുമ്പി എല്ലാവരും ഉണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കടപ്പുറത്തെത്തിയപ്പോഴത്തേക്കിനെ അവർക്കങ്ങ് സന്തോഷമായി. കാരണം എത്ര വീട്ടിലിരുന്നെന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്തെത്തുമ്പോഴുള്ള ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടല്ലോ, വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും. വലിയവരായാലും നമ്മൾ കാടും കടലും ആനയും എത്ര കണ്ടാലും മതി വരത്തില്ലെന്നല്ലേ പറയുന്നത്. വനവും അപ്പം വനമല്ലേ കാടെന്ന് പറയുന്നത്. അപ്പോൾ നല്ല കാറ്റാണ്, നല്ല കാലാവസ്ഥ. അതേ വീണ്ടും ഇച്ചിരി മഴക്കോൾ ഇച്ചിരി കൂടിയിട്ടുണ്ട്. നമുക്ക് സൂര്യനെ അങ്ങനെ കാണാനായിട്ടില്ല. അപ്പം കടപ്പുറം നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദൂരമൊന്നുമല്ല, ഇത് നല്ല നീളത്തിലുണ്ട്. കിലോമീറ്റർ ആണെങ്കിലും നീളമുണ്ട്. നമ്മുടെ ആലപ്പുഴ ബീച്ച് നല്ല മനോഹരമായ വെള്ളമണലും കരിമണലും രണ്ടും ഉണ്ട്. അപ്പോൾ കാലൊക്കെ നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് കാല് നിറയെ അങ്ങ് കരിമണലായിരിക്കും. ഇതേ കുട്ടികളെല്ലാം തിരമാല വന്ന് കയറാൻ വേണ്ടി നിൽക്കുക. അവർക്കൊക്കെ ആകെ സന്തോഷത്തിലാണ്. അപ്പോൾ പറയത്തക്ക വലിയ തിരയൊന്നുമില്ല, ചെറിയ തിരയേ ഉള്ളൂ. എങ്കിലും ഇച്ചിരി ശക്തിയുണ്ട് തിരയ്ക്ക്. കുട്ടികളൊക്കെ വീഴാതെ കയ്യെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് അവർ നിൽക്കും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ വീഴും. തിരക്ക് ഇച്ചിരി ശക്തിയുണ്ട്. അത് തിരിച്ചിറങ്ങിപ്പോകുന്ന സമയത്താണ് തിരക്ക് ശക്തി കൂടുന്നത്. എയർപോർട്ട് കയറി വരുമ്പോൾ അത്രയും ഒരു ശക്തി അനുഭവപ്പെടത്തില്ല. നമ്മുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒലിച്ചു പോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളെ പിടിക്കണം. പിന്നെ കോസ്റ്റ് ഗാർഡ് അവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. കൊച്ചു കുട്ടികളെയുമായിട്ട് പോകുന്ന സമയത്ത് അവർ വിസിലടിക്കുന്നുണ്ട്, കരയ്ക്ക് കയറാൻ പറയുന്നുണ്ട്. പിന്നെ കടലിൽ അതേ കണ്ടില്ലേ, രണ്ട് സ്പീഡ് ബോട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ കരയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ടത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കരയെ നടന്നുകൊണ്ടിരിക്കുക. അവർ തടിയുടെ മുകളിൽ ടയറൊക്കെ വെച്ച് അടിച്ച് അതിന് മണ്ടയ്ക്ക് ഓയിലൊക്കെ ഒഴിച്ച് ഓടിച്ച് അതിൻ്റെ മേളിൽ കൂടെ തെന്നിച്ചായി ഇത് കരയ്ക്ക് കയറ്റുന്നത്. കരയ്ക്ക് കയറ്റിയിട്ട് നമ്മുടെ ഈ കയറുപയോഗിച്ച് നമ്മുടെ ഈ മണലിലൊക്കെ ഓടുന്ന ഒരു ബൈക്കുണ്ട്, അതേ കെട്ടി വലിച്ച ഇത് കരയെ കയറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഇവിടെ കരയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അതുവരെ ബോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫിഷിംഗ് ബോട്ട് പോകുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ആണോ എന്നറിയില്ല, ഒരു 2-3 പേര് കടലിൽ ജാക്കറ്റൊക്കെ ഇട്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തുന്നുണ്ട്. അതാരാന്നറിയത്തില്ല, കോസ്റ്റ് ഗാർഡിൻ്റെ ആണോ ടൂറിസ്റ്റുകളാണോ എന്നറിയില്ല. ഇതാണ് ആലപ്പുഴ കടൽപ്പാലം. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമായിരുന്ന ആലപ്പുഴയുടെ തിലകക്കുറിയാണ് ഈ കാണുന്ന കടൽപ്പാലം. ഇപ്പോൾ അതിൻ്റെ തൂണുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തകർന്നു പോയി. ഇരുമ്പ് തൂണുകളാണ് കാണുന്നത്. ഇത് നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്ന പന്ത്. അത് കാറ്റടിച്ചും തിരമാല അടിച്ചും ഇങ്ങനെ ഒത്തിരി ദൂരെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ഒരു പയ്യനെടുത്ത് കുഞ്ഞുങ്ങളുടെ കൈ കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ബോൾ വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് പോയി വന്നപ്പോഴാണ് ഇതേ കണ്ടില്ലേ, ആ ഒരു കുട്ടിയുടെ കൈ കിട്ടി. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പം ആ ബോൾ അവൻ എൻ്റെ കൈ കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അവന് തന്നെ തിരിച്ചു കൊടുത്തു.
കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് ബോൾ കളിക്കാനും ഒക്കെ അവർക്ക് ഒരു പ്രത്യേക സുഖവും സന്തോഷവുമല്ലേ. അവൻ എന്ത് സന്തോഷത്തിലാണ് എൻ്റെ അടുത്തോട്ട് ആ ബോൾ കൊണ്ടുവന്നതെന്നറിയോ. ഞാൻ പറഞ്ഞു മോൻ തന്നെ എടുത്തോളാൻ പറഞ്ഞാണ് തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആ സ്പീഡ് ബോട്ട് കരയിൽ അടുപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരുക്കങ്ങൾ റെഡിയായി കഴിയുമ്പോൾ കരയിലോട്ട് ഓടിച്ച് കയറ്റാനാണ്. സൂര്യനെ നമുക്ക് ഒട്ടുമേ കാണാനില്ല, കാർമേഘം മാത്രമേ ഉള്ളൂ. ചെറിയ സന്ധ്യ ആവുന്നതോട് അടുപ്പിച്ച് ചെറിയ തിര കൂടി വരുന്നുണ്ട്. തിരക്കല്പം ശക്തി പ്രാപിക്കുന്നുണ്ട്. എങ്കിലും കുട്ടികളും എല്ലാവരും സൂക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കുട്ടികളെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിൽപ്പുണ്ട്. അവർ വെള്ളം കോരി കളിക്കുകയും മണലിൽ കാല് പുതച്ച് നിൽക്കുകയും പിന്നെ മണൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലും കൊണ്ട് തട്ടിക്കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ ആ ബോട്ടുകാരൻ്റെ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അവരോരോ സിഗ്നൽ കൊടുക്കുന്നുണ്ട് ബോട്ട് അടുക്കാനും അടുപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കരയിലെ കാര്യങ്ങളൊക്കെ റെഡിയായെന്ന് തോന്നുന്നു. അവരതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബോട്ട് അത് തിരിച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ അതുവരെ അവരവിടെ ഇട്ട് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാണുന്ന തടിയുടെ മുകളിലായിട്ടാണ് അവർ ബോട്ട് ഓടിച്ച് കയറ്റുന്നത്. അത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ആൾക്കാർ റെഡിയായി നിൽക്കുകയാണ്. അപ്പം എന്താണ്ട് കയറായത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ബൈക്കിൻ്റെ മണലിക്ക് ഓടുന്ന ബൈക്ക്, അത് വളരെ കോസ്റ്റ്ലിയാണ് ബൈക്ക്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, ചെറുതാണ്. പക്ഷേ അത് 8-10 ലക്ഷം രൂപയ്ക്കോളം വില വരുന്ന സാധനം. അത് റിസോർട്ടുകാരുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നെങ്കിൽ, ടൂറിസത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും കളറോ അല്ലെ എന്തെങ്കിലും കേരള ഗവൺമെൻറ്റെന്നോ ടൂറിസം എന്നുള്ള KTDC എന്തെങ്കിലുമൊക്കെ എംബ്ലം കാണുമായിരുന്നു. അപ്പോൾ ഇവർ ഈ സ്റ്റാഫുകളെയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് റിസോർട്ടിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർ ടൂറിസ്റ്റുകളെയും കൊണ്ട് കടലിൽ കറങ്ങാൻ വേണ്ടിയുള്ള ബോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അവർ വളരെ ആനന്ദത്തിലാണ് കടലൊക്കെ കണ്ട് സന്തോഷിച്ച് ബോട്ട് ഇങ്ങോട്ട് അടുപ്പിക്കുക. അതേ ബോട്ട് അവർ കയറ്റാൻ വേണ്ടിയുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ നോക്കി നിന്നില്ല, ചിലപ്പം തെന്നി വന്ന് നമ്മുടെ ഭാഗത്തോട്ടാണ് വന്ന് അറിയാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, അവിടെ മണ്ണി വന്ന് അത് പൊതഞ്ഞു. അപ്പം ബാക്കിലെ എൻജിൻ അത് പൊക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ബോട്ട് ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. അല്ലെ മണ്ണിൽ ബോട്ടിൻ്റെ അതിൻ്റെ എൻജിൻ്റെ ലീഫൊക്കെ പൊതഞ്ഞു പോയാൽ അതിനെന്തെങ്കിലും കേടുവരും. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ തന്നെ അങ്ങ് നിർത്തി. അല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ടത് കയറ്റാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തിര അടിച്ചത് പുറമോട്ട് ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരെല്ലാം കൂടെ പിടിച്ച് നിർത്തിയിരിക്കുക. മുന്നിലത്തെ ബൈക്കേൽ അത് കെട്ടി നിർത്തി. ഇനിയിപ്പോൾ ഓരോ തടി മുന്നിൽ ഇട്ട് കൊടുത്ത് ഇപ്പം ബൈക്ക് വലിച്ചു കയറ്റും. ബൈക്ക് ഒരു തടി വെച്ച് വലിച്ചു കയറ്റി. ഇനിയിപ്പോൾ അടുത്ത തടി ഇങ്ങനെ മുന്നോട്ട് ഇട്ട് കൊടുത്ത് അതവർ കരയ്ക്ക് കയറ്റുക. അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായി കടപ്പുറത്ത് വന്ന് അവരെല്ലാം കണ്ടു കേട്ടു നടന്നു. പിന്നെ ഇങ്ങനെ എല്ലാം കണ്ടോണ്ടിരിക്കുന്നു. പിന്നെ വലിയവരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവിടെ ഒത്തിരി നാളായി ഞങ്ങളിപ്പോൾ ആലപ്പുഴ കടപ്പുറത്ത് വന്നിട്ട്. അപ്പം ഇന്നിപ്പോൾ നല്ലൊരു സായാഹ്നം കിട്ടി. മഴയില്ല, വെയിലില്ല, നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. ആർക്കും ക്ഷീണമൊന്നും തോന്നുന്നില്ലായിരുന്നു. കണ്ടില്ലേ ആ ബൈക്ക്, അത്രയേ ഉള്ളെങ്കിൽ എൻ്റെ എൻജിനൊക്കെ ഭയങ്കര പവർഫുൾ എൻജിനാണ്. മണലിലും താഴത്തൊന്നുമില്ല. മണലിൽ കൂടെ ഓടുന്ന നമ്മുടെ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ഡെസർട്ട് സവാരിക്ക് ഉപയോഗിക്കുന്ന ബൈക്കായത്. ടൂറിസ്റ്റുകളെയും കൊണ്ട് ഹോട്ടലുകാർ ടൂറിസ്റ്റുകളെയും കൊണ്ട് മരുഭൂമിയിൽ കൂടെ പിക്നിക്കിന് കൊണ്ടുപോകുന്ന വണ്ടിയായത്. അവിടെ വിദേശത്തൊക്കെ ഇത് ഒരുപാടുണ്ട്, അറേബ്യൻ രാജ്യത്തൊക്കെ. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ കുറവാണ്. പിന്നെ ഗോവയിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. വാട്ടർ സ്കൂട്ടറും സ്പീഡ് ബോട്ടും മറ്റേ പാരച്യൂട്ടിൽ നമ്മൾ സ്പീഡ് ബോട്ടെ കൊണ്ടുപോയി പാരച്യൂട്ടിൽ കറക്കുന്നതും ഒക്കെ ഗോവയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ അതേ കയറാൻ വേണ്ടി ആൾക്കാർ ക്യൂവോ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നും കാണാനില്ല. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ആലപ്പുഴ ബീച്ചിലൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിൽ പങ്കെടുക്കാനും അതിൽ കയറാനും വേണ്ടി തയ്യാറായിട്ട് വരും. ഇവിടുന്ന് നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഗോവയിൽ പോയി ഇതിലൊക്കെ കയറുന്നത്. ഇതേ ശ്രീജിത്തിൻ്റെ മോൾക്ക് കാറ്റാടി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ കാറ്റാടി മേടിക്കുക. പുള്ളിയുടെ കയ്യിൽ 2 കാറ്റാടിയോ 1 കാറ്റാടിയോ ഉള്ളെന്ന് തോന്നുന്നു. എങ്ങനെയോ പുള്ളി 2 കാറ്റാടി സംഘടിപ്പിച്ച് കൊടുത്തു. ഒന്നിന് 50 രൂപയാണ്. അപ്പം തുമ്പി പറയുന്ന അവൾക്ക് മറ്റേ അതും കൂടെ ഒരെണ്ണം വേണമെന്ന്. ഇതൊന്നും നിൽക്കത്തില്ല. കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഊരി ഇളയാൻ പോകും. നമ്മുടെ പണ്ട് കാലത്തെ കുഞ്ഞുനാളത്തെ കാറ്റാടിയൊന്നും അല്ലല്ലോ ഇത്. കുട്ടികളെല്ലാം കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുക. നല്ല രസമുണ്ട്. ഫോട്ടോയും ബോട്ടിൻ്റെ കളറും
ജാനുവിൻ്റെ ഉടുപ്പിൻ്റെ കളറും എല്ലാവരും കൂടെ കണ്ടില്ലേ, അവരുടെ സന്തോഷം കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്ത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിട്ട് തട്ടി കളിക്കുന്ന കണ്ടില്ലേ. നല്ല പൂഴി മണലല്ലേ, അവർക്ക് കിട്ടുന്ന അവസരം അവതങ്ങ് മുതലാക്കുക. അതുകൊണ്ട് അവൻ ദേവൻ കണ്ടില്ലേ, എല്ലാവരും മണലില്ല. ഇപ്പോൾ എത്ര നമ്മൾ കാല് തൂത്ത് തുടച്ചെന്ന് പറഞ്ഞാലും ശരി, വീണ്ടും മണലിലോട്ട് കാല് വെക്കുമ്പോഴത്തേക്ക് കാല് മൊത്തം അത് പിടിച്ചിരിക്കും. നീ വീട്ടിൽ പോയി അത് കഴുകി വൃത്തിയാക്കി കളയാതെ ആ കറുത്ത മണ്ണ് പോകത്തില്ല. വണ്ടിക്കകത്തെല്ലാം മണ്ണായിരിക്കും. രാത്രിയാവുന്നു, വിളക്ക് ലൈറ്റെല്ലാം തെളിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ആ പാലം താർന്നു വീണത്. ഭാഗ്യത്തിന് നമ്മുടെ വാഹനങ്ങളോ മറ്റുള്ളവരുടെ വാഹനങ്ങളോ ഒന്നും അതിൻ്റെ കീഴിലില്ലായിരുന്നു, ആൾക്കാരുമില്ലായിരുന്നു. അതെന്തായാലും ഭാഗ്യമായി. അപ്പോൾ അതേ സന്ധ്യയായി. അപ്പോൾ ഞങ്ങളിനിയിപ്പം തിരിച്ച് കയറുക. കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കോളിഫ്ലവർ വറുത്തതോ കട്ട്ലേറ്റോ ഡ്രിങ്ക്സോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഞങ്ങൾ ചായക്കടയിലെത്തി. കോളിഫ്ലവറും കട്ട്ലേറ്റും മേടിച്ചു. ഞങ്ങൾ കാപ്പി പറഞ്ഞു. എല്ലാവരും കഴിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരും സന്തോഷത്തിലാണ്. ചായക്ക് പറഞ്ഞിരിക്കുന്നവരോട് ഭയങ്കര തിരക്കാണ് കടയിൽ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സുഹൃത്തുക്കൾക്ക് എല്ലാവരോടും പറയണം ഇത് കാണണമെന്ന്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. ടാറ്റ, ബൈ ബൈ.